ഗർഭത്തിൽ കുഞ്ഞിരിക്കെ ആ കുഞ്ഞിനെ കൊന്നുകളയുന്ന ഏർപ്പാട് എന്ന് നിങ്ങൾ വെറുതെ സെർച്ച് കൊടുത്താൽ നിങ്ങൾക്കൊരു ഡിസ്പ്ലേ തെളിഞ്ഞു വരും. ആ ഡിസ്പ്ലേയുടെ പ്രത്യേകത അതിലെ അവസാനത്തെ അക്കം ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഏറ്റവും അവസാനം ഖുത്ബക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പെടുത്ത കണക്ക് പ്രകാരം 28,56,867 ഗർഭ ചിത്രങ്ങൾ, ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിനെ കൊല്ലുന്ന സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനം കണ്ടത് 67 ആണെങ്കിൽ അതിപ്പോ മാറി വേറൊരു സംഖ്യ ആയിട്ടുണ്ടാകും. അഥവാ ഇതിലെ അവസാനത്തെ അക്കം ഇങ്ങനെ മാറി അറിയുമ്പോൾ ആ എണ്ണം നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണ്. കാരണം മാറുന്ന ഓരോ അക്കവും ഒരു കുഞ്ഞിന്റെ മരണമാണ്. ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ എന്ന് ഓമന പേരിട്ട് വെട്ടി നുറുക്കി പുറത്തേക്കെറിയപ്പെടുന്ന കോടിക്കോടി കുഞ്ഞുങ്ങളുടെ മരണത്തിന്റെ കണക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിലെ സ്ക്രീനിൽ തെളിയുന്നത്. പൂമ്പാറ്റ പിടിക്കാനും വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കാനും ആഗ്രഹിച്ച ജന്മങ്ങളെയാണ് വിവിധ കാരണങ്ങളാൽ ഇല്ലാതെയാക്കപ്പെടുന്നത്. കളിച്ചും ചിരിച്ചും ആഘോഷിച്ചും കൂട്ടുകാർക്കൊപ്പം മണ്ണപ്പം ചുട്ടും ഓടി നടക്കേണ്ടിയിരുന്ന ജീവിതങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യുന്നത്. കുറുമ്പും കുസൃതിയും കരച്ചിലും ബഹളവുമായി വളർന്നു വരേണ്ടിയിരുന്ന ജന്മങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ താല്പര്യങ്ങൾ കൊണ്ട് അന്ത്യം കുറിക്കപ്പെടുന്നത്. ആ അവസാന നമ്പർ മാറുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. 2,86,087 എന്ന നമ്പർ അത് നമ്മെ തെല്ലൊന്നുമല്ല യഥാർത്ഥത്തിൽ ദുഃഖിപ്പിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു വചനം നമ്മൾ ഓർക്കേണ്ടതാണ്. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. സൂറത്തു തക്വീറിലെ 98 ആയത്തുകളാണ്. വൈദൽ മൗഊദതു സുഇലത്, കുഴിച്ചു മൂടപ്പെട്ടവ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ബിഅയ്യി ദംബിൻ ഖുതിലത്, ഉമ്മച്ചിയെ ഉപ്പച്ചിയെ നിങ്ങൾ എന്തിനാണ് എന്നെ ഗർഭപാത്രത്തിൽ വെച്ച് കൊന്നതെന്ന്, എന്തിനാണ് നിങ്ങൾ എന്നെ ജനിച്ചു വീണതിനു ശേഷം മണ്ണിട്ട് മൂടി തിഹാമയുടെ പർവ്വതയോരങ്ങളിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതെന്ന് കുഞ്ഞുകാലുകളിൽ ഓടിയെത്തി അവർ മഹ്ശറയിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഇത് ജാഹിലിയ അറബികൾ കുഞ്ഞിന് ജനിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നു. ജനിച്ചു വീണതിന് ശേഷം പെണ്ണാണെങ്കിൽ അവർ കൊണ്ടുപോയി കുഴിച്ചിടുന്ന സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങള് അബോർഷൻ വേൾഡ് വൈഡ് ദിസ് ഇയർ എന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ലോകത്ത് നടക്കുന്ന അബോർഷന്റെ ഗർഭചിത്രങ്ങളുടെ മറിയുന്ന എണ്ണം നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായും വരും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതൊന്ന് സാർവത്രികമാണ്. ഈ അബോർഷനെ ന്യായീകരിക്കാൻ വേണ്ടി ഫിലിമുകൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ ഒരു ഫിലിം അബോർഷനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ആ ഫിലിം വലിയ ചർച്ചയായി. ഫിലിം കണ്ടിട്ടൊന്നും വേണ്ട, ഫിലിമിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ. ഈ ഫിലിമിൽ എന്തുണ്ട് എന്നത് കൃത്യമായ അതിന്റെ അവലോകനങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. അപ്പൊ ഇത് വിവാദമായപ്പോ ഇതിന്റെ സംവിധായകനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാണാൻ സാധിച്ചിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചത്, ഭ്രൂണങ്ങളെ വെട്ടിനുറുക്കി പുറത്തേക്കെറിയുന്ന ഈ സമ്പ്രദായത്തെ ഇത്ര ഗൗരവത്തിൽ എതിർക്കുകയാണെങ്കിൽ ഓരോ കോഴിമുട്ടക്കുള്ളിൽ ഒരു ജീവനാണല്ലോ, അപ്പൊ ഓംലേറ്റ് അടിക്കുമ്പോ അവിടെ ഒരു കൊലപാതകം നടക്കുന്നില്ലേ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ വളരാനും വികസിക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഗർഭപാത്രത്തിലെ ജീവന്റെ തുടിപ്പുകൾക്ക് ഒരു കോഴിമുട്ടക്കുള്ളിലെ ഓംലേറ്റിന്റെ വില മാത്രം കൽപ്പിക്കുന്ന ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ തീർച്ചയായും ഇത് അവകാശമായി പ്രഖ്യാപിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിലും ചിന്തയിലും ഒക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അബോർഷനുകൾ നടന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അബോർഷൻ നടന്നിട്ടുണ്ടാകും. ഉണ്ടോ എന്നൊരു പരിശോധനയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നടത്തുന്നത്. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നൊരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയുന്ന കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ അവലോകനം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 8-9 കാരണങ്ങളാണ് നോട്ട് ചെയ്ത് വന്നത്. സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കാം. ഒന്ന്, അറിവില്ലായ്മയാണ്. എന്താണ് അറിവില്ലായ്മ? ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് ഡോക്ടറോട് അബോർഷൻ ആവശ്യപ്പെട്ട് ആ ഗർഭം അലസിപ്പിക്കുമ്പോൾ ഏതൊരു മാംസക്കഷ്ണം എടുത്ത് പുറത്തേക്കിടുകയാണ്. നമ്മളെ ശരീരത്തിൽ ഉണ്ടായ ഒരു മുഴ പോലെ ഒരു ഉണ്ണില് പോലത്തെ ഒരു സാധനം എടുത്ത് പുറത്തേക്കിടുകയാണെന്ന് മാത്രമേ ആളുകൾ വിചാരിക്കുന്നുള്ളൂ.
ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുട്ടിക്ക് റൂഹ് ഊതപ്പെടുന്നത് 4 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ടാണ്. അപ്പൊ 4 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പല പല കാരണങ്ങളാൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, അവരുടെ ഗർഭം ഇല്ലാതെയാക്കാം, അല്ലെ? ഗർഭം ഇല്ലാതെയാക്കാം. ഒരു സഹോദരൻ ഒരിക്കൽ എന്നെ വിളിച്ചു, എനിക്ക് പരിചയമുള്ള ആളല്ല, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭാര്യ എന്നോട് സ്കിപ്പിംഗ് ചോദിക്കുന്നുണ്ട്. കുട്ടികള് സ്കൂളില് വള്ളി ചാടുന്ന സാധനം ഉണ്ടല്ലോ, എന്നാണ് സ്കിപ്പിംഗ് എന്ന് പറയാം. വള്ളി ചാടുന്ന ആ സാധനം ചോദിക്കുന്നുണ്ട്. പിന്നെ അവള് മുതിര ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. അവൾക്കെന്തോ മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അധികം സംസാരിക്കണില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാനായിട്ടൊന്നും ഇടപെടുന്നില്ല, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇതെന്തോ ഒരു സൈക്കാട്രിക്കൽ പ്രശ്നമാണെന്നുള്ള നിലക്കാണ് അയാള് ഇതിനെ കണ്ടത്. അപ്പൊ ഈ വിഷയം ഞാൻ എനിക്ക് ഏറ്റവും അടുത്ത ഒരാളോട് ഡിസ്കസ് ചെയ്തപ്പോ ആ സഹോദരി ഒരുപക്ഷെ ഗർഭിണിയായിരിക്കും. ഗർഭം അലസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളാണ് ഇതൊക്കെ. ഭർത്താവ് പോലും അറിയാതെ സ്വന്തം ഗർഭം എങ്ങനെ അലസിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്താണ്. റിസ്ക് എടുക്കാൻ വയ്യ. ഏതോ പ്രസവത്തിലുണ്ടായ എന്തോ ചില ബുദ്ധിമുട്ടും വിഷമൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. എങ്കിൽ നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ, 4 മാസവും 10 ദിവസവും കഴിയുമ്പോഴല്ല യഥാർത്ഥത്തിൽ റൂഹ് ഊതപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു ബീജവും അണ്ടവും കൂടിച്ചേരുമ്പോ അത് ട്യൂബിലാണ് കൂടിച്ചേരുന്നത്. ആ ട്യൂബിൽ നിന്നാണ് പിന്നെ അത് ഗർഭപാത്രത്തിലേക്ക് പോകുന്നത്. ആദ്യം 2 സെല്ല്, പിന്നെ 4 സെല്ല്, പിന്നെ 8 സെല്ല്, പിന്നെ 16 സെല്ല്. ഒരു 5-6 ദിവസം മെൻസസ് പീരീഡ് തെറ്റി 5-6 ദിവസം കഴിയുമ്പോഴേക്ക് ചലിക്കുന്നൊരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ രൂപപ്പെട്ട വസ്തുവിന് ഒരു ചലനം രൂപപ്പെട്ട് തുടങ്ങുന്നുണ്ട്. ആ ചലനമാണ് ട്യൂബിലൂടെ അതിനെങ്ങനെ സഞ്ചരിപ്പിച്ച് യഥാർത്ഥത്തിൽ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ സയൻസ് എന്താണോ ഈ ഏറ്റവും അവസാനം 2010 കണ്ടെത്തിയത്, അതിനു മുമ്പ് സയൻസ് കണ്ടെത്തിയത് ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപം മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് പിതാവിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതിങ്ങനെ വളർത്തുന്ന ഒരു ഫാം മാത്രമാണ് ഗർഭപാത്രം എന്ന് മെഡിക്കൽ സയൻസ് നിർവചിച്ച കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് വിശുദ്ധ ഖുർആന്റെ നിരീക്ഷണങ്ങൾ തെറ്റാണെന്ന വാദഗതികൾ പിൽക്കാലത്ത് ഉയർന്നിട്ടുണ്ട്. എന്നാൽ 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫി ബത്നി ഉമ്മിഹി 40 യൗമ നുത്ഫതൻ. ബീജബിന്ദുവായി നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 40 ദിവസമാകുമ്പോൾ എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ചിലരെങ്കിലും ഇത് മനസ്സിലാക്കുന്നിടത്ത് ബാക്കിയുള്ള വാചകങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ചിലർ മനസ്സിലാക്കിയത്. സുമ്മയക്കൂൻ അലഖത്തൻ മിസ്ല ദാലിക്, പിന്നീട് അത് ഭ്രൂണമായി മാറും. സുമ്മയക്കൂൻ മുദ്ഗത്തൻ മിസ്ല ദാലിക്, പിന്നീട് അതൊരു മാംസപിണ്ഡമായി മാറും. അപ്പൊ ആദ്യം നുത്ഫയാകും 40 ദിവസം കൊണ്ട്, പിന്നെ അടുത്ത 40 ദിവസം കൊണ്ട് അലക്കയാകും, പിന്നെ 40 ദിവസം കൊണ്ട് മുളയാകും എന്ന് മനസ്സിലാക്കിയെടുത്താണ് യഥാർത്ഥത്തിൽ ചില ആളുകൾക്ക് തെറ്റിയത്. എന്നാൽ ഹദീസിൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഒരു ഹദീസ് വേറെ തന്നെ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറൻ ദാത അദദിൻ, പ്രവാചകൻ ആ എണ്ണം എപ്പോഴാണ് റൂഹ് ഊതപ്പെടുന്നത് എന്ന എണ്ണം പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന നുത്ഫത ഇദാ വഖഅത് ഫിർ റഹ്മി 40 ലൈലതൻ, 40 ദിവസം ഗർഭപാത്രത്തിലാകുമ്പോൾ 42 ദിവസം 45 ദിവസം എന്നും റിപ്പോർട്ടിൽ കാണാം. നുഫിഖ ഫീഹി റൂഹു, അതിൽ റൂഹ് ഊതപ്പെടുന്നുണ്ട്. 45 ദിവസമാകുമ്പോൾ തന്നെ റൂഹ് ഊതപ്പെടുന്നുണ്ട്. ഖുർആന്റെ പ്രയോഗവും ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം 40 ദിവസം കൊണ്ട് നുത്ഫ, പിന്നെ 40 ദിവസം കൊണ്ട് നുത്ഫയുടെ അടുത്ത സ്റ്റേജായ അലഖ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജായ മുദ്ഗ, ആദ്യം ബീജം, പിന്നെ ഭ്രൂണം, പിന്നെ സിക്താണ്ഡം. ഇല്ല, ഈ ഒരു പ്രക്രിയക്ക് ഓരോന്നിനും 40 ദിവസം എടുക്കുന്നുണ്ട് എന്നവരുടെ വ്യാഖ്യാനത്തെ പൊളിക്കുന്നതാണ് ഖുർആന്റെ പ്രയോഗം. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു. അവിടെ പിന്നെ എന്ന് പറഞ്ഞിട്ടില്ല. മാത്രല്ല, എല്ല് രൂപപ്പെടുന്നതിന്റെ മുമ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ സയൻസ് അനുസരിച്ച്. 6 ആഴ്ചക്ക് പിന്നെ ശേഷം എല്ല് രൂപപ്പെടുകയാണ്. 6 ആഴ്ചക്ക് ശേഷമാണ് എല്ല് രൂപപ്പെടുന്നത്. അപ്പൊ 6 ആഴ്ചയാകുമ്പോ പൂർണ്ണമായ ജീവനുള്ള ഒരു കുഞ്ഞ് യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതിന്റെ ശേഷം പല പല കാരണം പറഞ്ഞ് നമ്മളെ അബോർഷൻ എന്ന് പേരിട്ട് നമ്മുടെ കളിമുറ്റങ്ങളിൽ കളിച്ച് ചിരിച്ച് ഓടിപ്പായേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്, തൊട്ടിലിൽ ആടേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്, നെഞ്ചിൽ അമരേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്, താരാട്ടുപാട്ട് പാടേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ തലക്കുംപുറത്ത് ആശ്വാസവാക്കുമായി കാത്തിരിക്കേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്,
നമ്മുടെ രോഗിയാകുമ്പോ നമ്മളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്, ശാസ്ത്രത്തിന്റെയും ഗവേഷണത്തിന്റെയും നന്മകളുടെയും വഴിയിൽ വിപ്ലവങ്ങൾ തീർക്കേണ്ടിയിരുന്ന ഒരു കുഞ്ഞ്, നമ്മുടെ നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ വെട്ടി മുറുക്കി പുറത്തേക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമായ കൊലപാതകമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ. ഇസ്ലാമിന്റെ ഭാഷയിൽ 100% അത് ശുദ്ധമായ കൊലപാതകമാണ് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഒന്നാമത്തെ കാരണം എന്താ? ഗർഭചിത്രം നടക്കാൻ, ഗർഭം അലസിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഒരു ഇറച്ചി കഷ്ണം വെട്ടി നുറുക്കി പുറത്തേക്ക് ഇടുകയാണെന്നുള്ള ലാഘവ ബുദ്ധി, വിവരമില്ലായ്മ. 40 ദിവസം, 40-45 ദിവസത്തിന്റെ ഇടയിൽ ഹദീസിലെ പ്രയോഗം അനുസരിച്ച് ഒരു കുഞ്ഞിന് റൂഹ് ഓതുന്നുണ്ട്, ജീവനുള്ളതിനെയാണ്. 6 ആഴ്ചക്കാകുമ്പോ 6 ആഴ്ച കഴിഞ്ഞോടുകൂടെ കാലൂതൊക്കെ രൂപപ്പെടേണ്ടതാണ് മെഡിക്കൽ സയൻസ് വിദഗ്ധർ പറയുന്നത്. നമ്മുടെ നാട്ടിലെ വൃത്തിക്ക് നടത്തിയൊരു ചർച്ച ഉണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ഗർഭഗ്രഹത്തിലെ കൊലപാതകങ്ങൾ എന്നുള്ള പേരിൽ വിസ്ഡം യൂത്ത് നല്ലൊരു പ്രസന്റേഷൻ, ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ഉണ്ട്, അസ്ഥിരോഗ വിദഗ്ധനുണ്ട്, അതേപോലെ തന്നെ ജനറൽ മെഡിസിനിൽ ഒരാളുണ്ട്, ഒരു സ്കോളറും ഉണ്ട്. അങ്ങനെ നടത്തിയ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണുക. അതിൽ കറക്റ്റ് ഡോക്ടേഴ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഡോക്ടറെ അടുത്ത് പോയി ഈ 6 ആഴ്ച കഴിഞ്ഞതിന്റെ ശേഷം ഗർഭചിത്രം ആവശ്യപ്പെടുമ്പോ, അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞ് ഗർഭചിത്രം നടക്കുമ്പോ നമ്മളെ കുഞ്ഞിനെ കൊല്ലുകയാണ്. രൂപം പ്രാപിച്ചൊരു കുഞ്ഞിനെ വെട്ടി നുറുക്കി പുറത്തേക്കിടാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്താ അറിയോ? ദാരിദ്ര്യ ഭയാണ്. കുട്ടികളിപ്പോ തന്നെ കുറെ ഉണ്ട്. ഇനിയും കുഞ്ഞ് ജനിച്ചാൽ പ്രശ്നമാണ്. എന്ത് ചെയ്യും? ഇവിടെ ആകെ ഇപ്പൊ 20 സെന്റിൽ ഒരു വീടാണുള്ളത്. അതിനിപ്പൊ തന്നെ 3 അവകാശികളുണ്ട്. മക്കളാകെ പ്രയാസത്തിലാകും. അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണ ക്യാമ്പയിനുകളുടെ അതിപ്രസരം തലക്കുള്ളിൽ കയറിയതിന്റെ പരിക്കാണ്. ജനസംഖ്യാ നിയന്ത്രണ ക്യാമ്പയിന്റെ കാലത്ത് ലോകം സ്വീകരിച്ചത് എന്താ? വ്യത്യസ്ത രീതികൾ സ്വീകരിച്ചു. ലോകത്ത് ചില രാഷ്ട്രങ്ങളിൽ, ചൈന പോലെ, റഷ്യ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ ചെയ്തെന്താ? പോലീസ് ജനിക്കാനിരിക്കുന്ന സ്ത്രീകളുടെ ജനിക്കാനിരിക്കുന്ന സ്ത്രീകളെ നോട്ട് ചെയ്ത്, ഗർഭിണികളായ സ്ത്രീകളെ നോട്ട് ചെയ്ത് കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. കറുത്ത വർഗത്തിൽപ്പെട്ട മനുഷ്യരെ, 10,000-കണക്കിന് മനുഷ്യരെ കറുത്ത വർഗക്കാർക്ക് ബുദ്ധി കുറവാണെന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഇല്ലാതെയാക്കി. വൈകല്യമുള്ളവരെ കൊന്നു, വൈകല്യമുള്ളവരെ കൊന്നൊടുക്കി. ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ പറയും യൂറോപ്പിലേക്ക് നോക്കൂ. ഈ പറഞ്ഞ യൂറോപ്പിൽ നടന്നതാണതൊക്കെ. പോലീസിനെയും പട്ടാളത്തെയും ഫോഴ്സിനെയും ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇത്, ചൈനയും റഷ്യയൊക്കെ. നമ്മുടെ നാട്ടിലെ നടക്കാത്തതുകൊണ്ട് വലിയ വാഗ്ദാനങ്ങളാണ് കൊടുത്തത്, അല്ലെ? കുട്ടികൾക്ക് കഴിക്കാനുള്ള ഫുഡും പലതും കൊടുത്ത്, കൊച്ചു കൊച്ചു വാഗ്ദാനങ്ങൾ കൊടുത്ത് പട്ടിണിയും ദാരിദ്ര്യമുള്ള മനുഷ്യരുടെ വീടുകളിലേക്ക് കയറി ചെന്ന് അവരെ വന്ധീകരിക്കുന്ന പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടന്നു. നമ്മുടെ നാട്ടിൽ നടന്നു എന്ന് മാത്രമല്ല, ചൈന തിരുത്തി, റഷ്യ തിരുത്തി. ഇപ്പോൾ അവർക്ക് വയോധികരെ മാത്രമാണ് കിട്ടാനുള്ളത്. പബ്ലിക് ഡൊമൈനിൽ ആർക്കും വായിക്കാവുന്ന വിധമുള്ള ഡോക്യുമെന്റുകൾ ഉണ്ട്. ഞാൻ തള്ളിപ്പോണതല്ല. ചൈനയിൽ വ്യത്യസ്ത പദ്ധതികൾ അവർ പ്രഖ്യാപിച്ചു. എന്താ? നമ്മുടെ മുമ്പൊരിക്കൽ ഞാൻ കുത്തുകിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് കിട്ടുന്നതിലേറെ വലിയ ആനുകൂല്യങ്ങളാണ് 3-4 കുട്ടികളെ പ്രസവിക്കാൻ തയ്യാറുള്ള അമ്മമാർക്ക് കൊടുക്കുന്നത്. ആ കുട്ടികളുടെ പൂർണ്ണമായ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. അത്ര വലിയ പ്രൊജക്ടുകളിലേക്ക് പോവുകയാണ്. നമ്മളെ രാജ്യത്ത് കുടുംബാസൂത്രണം കൊണ്ടുവരാൻ വേണ്ടി സംഘപരിവാര ശക്തികളിൽപ്പെട്ട ഒരു വ്യക്തി അയാളുടെ സ്വതന്ത്ര ബില്ല് അവതരിപ്പിച്ചു. സ്വതന്ത്ര ബില്ലിന് രാജ്യസഭയിൽ വളരെ സമർത്ഥനായ ഒരു മുതിർന്ന ഒരു നേതാവ് മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം തെളിവുകൾ വെച്ച് രാജ്യം പോകുന്നത് എങ്ങോട്ടാണ്, ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയതിലൂടെ നിലവിൽ തന്നെ രാജ്യം പോകുന്നത് എങ്ങോട്ടാണെന്നുള്ള കണക്ക് അവതരിപ്പിച്ചപ്പോ സ്പോട്ടിൽ അത് പിൻവലിച്ചു. സ്പോട്ടിൽ അയാളുടെ വ്യക്തിപരമായ ബില്ല് പിൻവലിച്ചത് നമ്മൾ കണ്ടു. അപ്പോ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഖുർആൻ പറയാം, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നർസുഖുകും വയ്യാഹും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഇല്ലാതെയാക്കരുത്. എന്താ? നിങ്ങൾക്കും ചെലവിന് തരുന്നത് ഞാനാണ്, അവർക്കും ചെലവിന് കൊടുക്കുന്നത് പിന്നെ ഞാനാണെന്ന് ഖുർആൻ പറയാം. സാധാരണ നമ്മൾ പറയലുണ്ട്, ഹദീസിലായത്തൊന്നും അല്ലെങ്കിലും, ഓരോരുത്തരും കഴിക്കണ പറ്റും അവന്റെ പേരുണ്ട്. നമുക്കുള്ള ഭക്ഷണം സഹോദരന്മാരെ നമുക്ക് സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അവിശുദ്ധ ബന്ധത്തിൽ ആനന്ദം കണ്ടെത്താനുള്ള ഏർപ്പാടുകൾക്കിടയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ നിക്ഷേപിച്ചു പോകലുണ്ട്. ആ അമ്മത്തൊട്ടിലിൽ അതിനെ ഏറ്റെടുക്കുന്നത് ആരാ? കോടീശ്വരന്റെ കൈകളിലേക്കാണ് എത്തുന്നത്. അതാ പടച്ചോന്റെ സമ്പ്രദായം, അതാ പടച്ചോന്റെ സംവിധാനം. അതുകൊണ്ട് ദാരിദ്ര്യ ഭയത്താൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഒരിക്കലും പോയിക്കൂടാ. നമ്മള് പട്ടിണിയിലാകും, നമ്മള് പ്രയാസത്തിലാകും എന്ന് വിചാരിച്ചിട്ട് പോയിക്കൂടാ എന്നുള്ളത് നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസ് ഒറ്റ കാര്യം മനസ്സിലുണ്ടായാൽ മതി. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി.
നിങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷിയെ ഭക്ഷിപ്പിക്കുന്നത് പോലെ അള്ളാഹ് നിങ്ങളെ ഭക്ഷിക്കും. തഖ്ദു ഖിമാസൻ വതറൂഹു ബിതാന, അത് രാവിലെ കിഴക്കുന്ന് പടിഞ്ഞാറിലേക്ക് പറക്കുന്നത് വയറൊട്ടിയിട്ടാണ്, വയറ്റിലൊന്നുമില്ല. തിരിച്ചോ, രാവിലെ അത് ശബ്ദം ഉണ്ടാക്കാതെ പോകുന്നു, വൈകുന്നേരം ശബ്ദം ഉണ്ടാക്കി അതിന്റെ വയറൊക്കെ നിറച്ചു വരുന്നു. ഏതോ മുറ്റത്ത്, ഏതോ വേസ്റ്റ് ബോക്സിൽ, ഏതോ നെൽകൃഷി ഇടത്തിൽ, ഏതോ മാവിന്റെ കൊമ്പത്ത് അതിന്റെ ഭക്ഷണം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് അതിനെ അങ്ങോട്ട് എത്തിക്കും എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇനിയിപ്പോ വെറും 2-3 കുട്ടികളുള്ള ആൾക്കാരുടെ പാപ്പരാകണില്ലേ? എത്രയോ ആളുകളില്ലേ സമ്പന്നമായ രീതിയിൽ ജീവിച്ചിട്ട് ഒരു കിഡ്നി രോഗം, ആഴ്ചയിൽ 3 ഡയാലിസിസ്, ഒന്നിന് 2500-3000 റുപ്യ. ആരെടുത്ത അവിടെ പൈസ ഉള്ളത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേക്ക് ഭയങ്കര സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്ന ആളുകള്, ഇനി അങ്ങനെ കുട്ടികൾ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകള് അവരാലോചിക്കേണ്ടതാണ്. എന്നിട്ട് ശുദ്ധമായ കൊലപാതകം, പേര് അബോർഷൻ, വെട്ടി നുറുക്കി പുറത്തേക്ക് എറിയുന്നു അല്ലെ? ഒരു മനോഹരമായ ഒരു ചിത്രമുണ്ട് ഇതിനെ പ്രതിനിധീകരിക്കണേ. എന്താ ചിത്രം എന്നറിയോ? കോഴിക്കോട് മുമ്പൊരിക്കൽ 10 വർഷങ്ങൾക്ക് മുമ്പ് സാൽവേഷൻ എന്നുള്ളൊരു എക്സിബിഷൻ നടന്നപ്പോ ആ എക്സിബിഷന്റെ ഒരു കോണിലുണ്ടായിരുന്നു ചിത്രം. അത് ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെ വെട്ടി നുറുക്കാൻ വേണ്ടി ഈ സർജറി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ സർജറി നടത്തുന്ന, ഓപ്പറേഷൻ നടത്തുന്ന ഉപകരണങ്ങൾ, കത്തിയൊക്കെ കൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോ ആ ഡോക്ടറുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വിരലുകൾ കൊണ്ട്, രൂപപ്പെടുന്ന കുഞ്ഞു വിരലുകൾ കൊണ്ട് ആ ഡോക്ടറുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം. അപ്പോ എക്സിബിഷൻ ആസൂത്രണം ചെയ്തവർ കൊടുത്തൊരു വാചകം ഉണ്ടായിരുന്നു. വാചകം എനിക്ക് ഓർമ്മല്ല, പക്ഷെ അതിന്റെ ആശയം ഇതാണ്. ആശയം എന്താ? ഡോക്ടറിനെ കൊല്ലല്ലോ ഡോക്ടർ, ഞാൻ ജനിക്കട്ടെ, ഞാൻ വളരട്ടെ, ഞാൻ എന്റെ മുറ്റത്ത് കളിക്കട്ടെ, ഞാൻ തുമ്പിയെ പിടിക്കട്ടെ, ഞാൻ പൂമ്പാറ്റക്കൊപ്പം പായട്ടെ, ഞാൻ കളിപ്പാവകളോട് കഥ പറയട്ടെ, എന്നെ കൊല്ലല്ല ഡോക്ടർ. ആ അർത്ഥത്തിലുള്ള ഒരു വാചകമായിരുന്നു. അബോർഷൻ നടത്തിയവരൊക്കെ ആ ചിത്രത്തിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ? ഭാര്യമാരുടെ സമ്മർദ്ദത്തിന്, അമ്മായിമ്മമാരുടെ സമ്മർദ്ദത്തിന്, ഉമ്മമാരുടെ സമ്മർദ്ദത്തിന്, അങ്ങനെ പലരുടെയും സമ്മർദ്ദത്തിന്, കുട്ടികളുടെ എണ്ണം കൂടുമ്പോ പറയാനുള്ള മടിക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് നോക്കുമ്പോ 4 കുട്ടികളുണ്ട്, 5 കുട്ടികളുണ്ട്, 7 കുട്ടികളുണ്ട് എന്ന് പറയാൻ എന്തോ ഒരു ചമ്മല്. ഇവിടുത്തെ പൊതുബോധത്തിൽ പട്ടി പ്രസവിക്കും പോലെ പ്രസവിക്കുന്നതാണെന്ന് സംഘപരിവാരുകാരൻ പ്രസംഗിക്കുമ്പോഴേക്ക്, പത്രസമ്മേളനം നടത്തുമ്പോഴേക്ക് ഉള്ളിലേക്ക് പിൻവലിയുന്ന, സംസ്കാരം വഴി സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നവർ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം ഓർക്കണം. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, ബോധമില്ലാത്തതുകൊണ്ട്. 2 ദാരിദ്ര്യം ഭയന്നിട്ട്, ഈ കുട്ടികളൊക്കെ എങ്ങനെ തീറ്റിപ്പോറ്റാന്ന് പേടിച്ചിട്ട്. 3 പെൺകുട്ടിയായതുകൊണ്ട്, ജനിക്കണത് പെൺകുട്ടിയായതുകൊണ്ട്. നോക്കൂ നിങ്ങൾ, ജാഹിലിയ അറബികൾ എങ്ങനെയായിരുന്നു? വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജഹു മുസ്വദ്ദൻ വഹുവ കലീം. ജനിക്കണ കുട്ടി പെൺകുട്ടിയാന്ന് അറിയുമ്പോൾ അവന്റെ മുഖം അങ്ങോട്ട് വാടിപ്പോകും. എന്നിട്ട് ആ കുഞ്ഞിനെടുത്തിട്ട് അവൻ എന്ത് ചെയ്യും? സമൂഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി നേരത്തെ ഒരുക്കി നിർത്തിയ കുഴിയിലിട്ടിട്ട് അവൻ തിരിച്ചു പോരും. എങ്ങനെ ഈ കൾച്ചറിലേക്ക് അവരെത്തിയത്? അറബികളുടെ കൂട്ടത്തിൽ ഒരു ഗോത്രത്തലവൻ അങ്ങാടിയിൽ ബെറ്റ് വെച്ചപ്പോ, എന്തിനൊന്ന് ബെറ്റ് വെച്ചപ്പോ എതിരാളിയോട് ബെറ്റ് വെച്ചു, നീ ജയിച്ചാ എന്റെ മോളെ ഞാൻ നിന്റെ പെരിലാക്കി തരുന്നു. അപ്പൊ അവസാനം തോറ്റപ്പോ അറബികൾ കരാർ പാലിക്കണിൽ വളരെ മിടുക്കന്മാരായിരുന്നു എന്നാണ്. സങ്കടത്തോടെ മോളെ ശത്രുവിന്റെ വീട്ടിലാക്കി കൊടുത്തു. പക്ഷെ ശത്രുവിന്റെ വീട്ടിൽ ചെന്നപ്പോ അയാളെ പെരുമാറ്റ സ്വഭാവമൊക്കെ ആയിട്ട് അവൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇയാളുടെ ഭാര്യയാകാണെന്ന് പറഞ്ഞു. അതോടുകൂടെ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ പറഞ്ഞു, ഈ ഗോത്രത്തിൽ ഇനി പെൺകുട്ടികൾ ജനിക്കണ്ട. അങ്ങനെ എന്ത് ചെയ്തു? പെൺകുട്ടികളെ കുഴിച്ചു മൂടാൻ തുടങ്ങി. അത് മറ്റു അറബ് ഗോത്രങ്ങൾ ഏറ്റെടുത്തു എന്നാണ്. അങ്ങനെയാണ് അറബികൾക്കിടയിൽ അവരുടെ അഹങ്കാരത്തിൽ നിന്നും അത്തരം മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് അല്ലെ? എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൊച്ചു കവിത കാണാം. ഒരു സ്ത്രീ നിരന്തരം പെൺകുട്ടികളെ എങ്ങനെ പ്രസവിക്കണം. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ. ഭാര്യ പെൺകുട്ടികളെ മാത്രം പ്രസവിച്ചത് കൊണ്ട് തൊലാഖ് ചൊല്ലിയ മഹാവിദ്വാൻമാരുണ്ട് നമ്മുടെ നാട്ടില്. ഭാര്യന്റെ 2 കിഡ്നിയും പോയപ്പോ 2 കുട്ടികളെയും ഭാര്യനെ ഒറ്റക്കാക്കിയിട്ട് തൊലാഖ് ചൊല്ലി പെരിയിലാക്കിയിട്ട് എന്താ നേരെ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞാൻ എന്റെ പുതിയ കുട്ടിന്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ട് 5-6 ദിവസം ഹോസ്പിറ്റലിൽ നിന്നപ്പോ ഈ 2ാം നിലയിലാണ് അവിടെ ഡയാലിസിസ് യൂണിറ്റ്. ഡയാലിസിസ് യൂണിറ്റിൽ നമ്മൾ എപ്പോ പോയാൽ അവിടെ ഒന്ന് പോകും. അവിടെ ഈ ഡയാലിസിസ് യൂണിറ്റില് അസ്ഥിരോഗ വിഭാഗത്തില് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നില് ഒന്ന് പോയി ഒരു 5 മിനിറ്റ് നിന്ന് പോന്നാല് നമ്മളൊക്കെ പലതിനും ഒരു കുറവ് വരും. അഹങ്കാരത്തിനും അസൂയക്കും വിദ്വേഷത്തിനൊക്കെ ഒരു കുറവ് വരും. വളരെ പ്രായം കുറഞ്ഞൊരു ഒരു സ്ത്രീ, അവരിങ്ങനെ നമ്മളെങ്ങനെയോ കണ്ട പരിചയം അവർക്കുണ്ട്. അവിടെ നോക്കിയോ കണ്ട പരിചയമുണ്ട്. അപ്പൻ്റെ അടുത്ത് കൊണ്ടൊന്ന് സലാം പറഞ്ഞു, നിങ്ങളെന്താ എവിടെയെന്ന് ചോദിച്ചാൽ. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ ഡയാലിസിസിന് വേണ്ടി വന്നാണ്. ആർക്ക്?
എനിക്ക്. കൂടാരമുള്ളത് കൂടാരമില്ല. ഹസ്ബൻഡ് അവരെങ്ങനെ മുഖം പൊത്തി. എന്റെ നിശ്ചയം എന്റെ കിഡ്നി പോയപ്പോൾ മൂപ്പരനെ ഉപേക്ഷിച്ചു പോയി. 2 കുട്ടികളുണ്ട് കൂടെ. ആ 2 കുട്ടികൾ അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ എന്താ അറിയോ, പെൺകുട്ടികളെ പ്രസവിച്ചതിന്റെ പേരിൽ ഭാര്യനോട് ഇഷ്ടം കുറയാ. അങ്ങനത്തെ ഒരു അറബിയായ ഒരു മനുഷ്യനോട് ബുദ്ധിമതിയായ ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാലി അബി ഹംസത്തീന, എന്റെ ഹംസന്റെ വാപ്പാക്ക് പറ്റിയത്? മൂപ്പര് നമ്മടത്തേക്ക് വരുന്നില്ലല്ലോ. നമ്മളെ അയലോക്കത്തുള്ള വീട്ടിൽ തന്നെയാണല്ലോ മൂപ്പര് സ്ഥിരപ്പോ, ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. അയലോക്കക്കാരന്റെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണല്ലോ. എന്റെ പ്രസവിച്ചു കിടക്കുന്ന പൊന്നോമനെ ഒരു നോക്ക് കണ്ട് ഒരു ചൂടുള്ള ചുംബനം കൊടുക്കാൻ ഹംസ നിങ്ങൾ വരാതിരുന്നത്? ഞാൻ പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്നു എന്നുള്ളതാണ് മൂപ്പരുടെ പരാതി. ജനിക്കുന്ന കുഞ്ഞ് ഏതാകണമെന്നത് പ്രസവിക്കുന്ന പെണ്ണിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ലോ. നമുക്ക് കിട്ടിയതിനെ നമ്മൾ എടുക്കുകയല്ലേ ചെയ്യുന്നത്. കൃഷി ചെയ്യുന്ന ഭൂമി പോലെ അല്ലേ നമ്മൾ. നിങ്ങൾ പുരുഷന്മാർ ഞങ്ങളിൽ നിക്ഷേപിക്കുന്നതല്ലേ ഞങ്ങൾക്ക് പ്രസവിച്ചിടാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ഓലമേഞ്ഞ കുടിലിൽ നിന്ന് ഈ സ്ത്രീ ഇങ്ങനെ ഉറക്കനെ പാടാൻ തുടങ്ങിയതാണ്. അപ്പോ ദിശാബോധം കിട്ടിയ മനുഷ്യൻ തിരിച്ചു വന്നു എന്നാണ്. സഹോദരന്മാരെ, ഞാൻ പറയാൻ വിചാരിച്ചത്രേ ഉള്ളൂ. പെൺകുട്ടികളെ കിട്ടുമ്പോഴുള്ള അസ്വസ്ഥത പിന്നെയും പെൺകുട്ടികളെ പ്രസവിക്കുമ്പോൾ ഇതിനോടൊക്കെ കെട്ടിച്ച് പറഞ്ഞേക്കണ്ടേ അല്ലെ? അതിന് ജനിച്ച കുട്ടികൾ വളർന്നു വരുമ്പോ തന്നെ ആദ്യം തന്നെ നമ്മള് ചെവിയിൽ 2 തൊള്ളട്ട് അവിടെ 2 സാധനം ഫിറ്റ് ചെയ്യും. കയ്യും കാലും ഒക്കെ കൂടെ കെട്ടിയിട്ട് ഇതൊരു ജ്വല്ലറിയാക്കണ പരിപാടി ആദ്യം തുടങ്ങി. മനസ്സിലായില്ലേ? എന്നിട്ടോ പിന്നെയുള്ള ടെൻഷൻ എന്താ? പിന്നെ ഗൾഫിൽ വർഷങ്ങൾ നിൽക്കുന്ന എന്തിനാ? ഈ കുട്ടിനെ കെട്ടിക്കാനുള്ള സ്വർണ്ണം ഉണ്ടാക്കാൻ. ഈ ബാക്ക്ഗ്രൗണ്ടും സ്വർണവും ഒക്കെ വിചാരിച്ച് കൊണ്ടോണ ആളെ അതൊക്കെ തീരുമ്പോ ഒക്കെ തീരും. നമുക്ക് തവക്കുൽ വേണം. നമ്മളെ കുട്ടിയെ സ്വാലിഹായ ഒരു ചെറുപ്പക്കാരൻ, അവളുടെ നന്മയും ദീനും തത്വവും പരിഗണിച്ച് അവളെ കൊണ്ടുപോകുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പാടച്ചോ കൈവിടൂല. സഹോദരന്മാരെ, തവക്കുലിൽ ചെറിയൊരു സംശയം പോലും ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? തവക്കുലിൽ ചെറിയൊരു സംശയം പോലും ഉണ്ടാകരുത്. സ്വർണം പെണ്ണിന് ഹലാലല്ലേ? ആണ്. ഇനി സ്വർണം കെട്ടാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കുട്ടികൾക്ക് ആദ്യമേ അതിനോടൊരു ഭ്രമം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കല്യാണം കൂടെ അങ്ങനെ തന്നെ വേണ്ടി വരും. ഒരു വലുതായി വന്നിട്ട് പറയണം, ഇപ്പൊ എനിക്കൊരു വള വേണം, നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അല്ലെ? സ്വർണ്ണം കെട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് 4 പെൺകുട്ടികളുണ്ട്, ഞാൻ ഇന്നേ വരെ സ്വർണം കെട്ടിയിട്ടില്ല. സ്വർണം കെട്ടൽ ഹറാമായിട്ടൊന്നല്ല. അവരാവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന കാലത്ത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അപ്പൊ നോക്കും. നമ്മുടെ കുടുംബ ബജറ്റിനൊക്കെ ബാധിക്കും. മൊത്തം കുടുംബ ബജറ്റിനൊക്കെ ബാധിക്കും. നിങ്ങൾ കേട്ടോളി, പവന്മാറ്റ് കുറച്ച് ഹദീസ് ഉണ്ട്. ഇസ്ലാമിന്റെ ശത്രുവിന് മാത്രമല്ല മറുപടി. സ്വന്തം കുഞ്ഞ് പെൺകുഞ്ഞായി പോയതിന്റെ പേരിൽ മൗനനൊമ്പരങ്ങളുമായി കഴിയുന്ന ഒരു ആൺകുഞ്ഞിനെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന മനുഷ്യന്മാർക്ക് കൂടിയുള്ള മറുപടിയാണ് പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും ചെയ്ത ഭർത്താവ്, പിന്നെ പിതാവ് എന്താ ചിലപ്പോൾ ആലോചിക്കും, ആൺകുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി അവിടുന്ന് അരി വാരി കൊടുക്കാനും പച്ചക്കറി എടുത്തു കൊടുക്കാനും നിന്ന പഠിച്ചവനെ 500 രൂപ കിട്ടേനും ഇതിന്റെ നിങ്ങൾക്ക് തിന്നാൻ കൊടുക്കായിരുന്നു എന്ന് ചിലപ്പോ ചിന്തിക്കും. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് പടച്ച റബ്ബിന്റെ വാഗ്ദാനാണ് എന്താ? ആ പെൺകുട്ടികൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തോ, അവരെ നിങ്ങൾ പരിരക്ഷിച്ചോ, അവർ നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള ഒരു മറയായിരിക്കും, സിത്റായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മൻ ആലാ ജാറതൈനി ഹത്താ തബ്ലഗ, പ്രായപൂർത്തി എത്തുന്നത് വരെ 2 പെൺകുട്ടികളെ പരിരക്ഷിച്ചു പോകുന്ന ഒരാള്, ജായൗമൽ ഖിയാമത്തി അന വഹുവ, ഞാനും അയാളും ഇങ്ങനെയായിരിക്കും. പ്രവാചകനെ വിരലിങ്ങനെ ചേർത്ത് വെച്ചു. പെൺകുട്ടികളെ ശരിക്ക് ദീനിയായി വളർത്തി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, കൊടുക്കേണ്ട ബോധ്യങ്ങൾ കൊടുത്ത് പ്രായപൂർത്തിയായ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ നോക്കുന്ന ഉപ്പാക്ക് പ്രവാചകന്റെ അരികത്ത് ചാരത്ത് നിൽക്കാൻ പറ്റുമെന്നാണ്, അരികത്ത് ചേർന്ന് നിൽക്കാൻ പറ്റുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖലത് ഇംറഅത്തുൻ മഹാ ഇബ്നതാനി, 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരു സ്ത്രീ ഞങ്ങളെടുത്ത് വന്നു. അവര് വല്ലതും ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഫലം ഭക്ഷണം ചോദിച്ചു വന്ന അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ ഓലമേഞ്ഞ കൊട്ടാരത്തിൽ വന്നിട്ട് കൊടുക്കണ്ടായത് 2 കഷ്ണം കാരക്ക മാത്രമായിരുന്നു. ഞാൻ ആ കാരക്ക കൊടുത്തു. ആ 2 കാരക്കയും ഞാൻ എടുത്തു കൊടുത്തു. ആ കാരക്കകൾ എടുത്തിട്ട് അവർ ആ 2 പെൺകുട്ടികൾക്കും കൊടുത്തു. അവരതിൽ നിന്ന് തിന്നില്ല. പിന്നെ അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ പിന്നീട് അവര് പോയി. എന്താ, ഞങ്ങളെ നോക്കി ഇങ്ങനെ നിന്നു.
വിശപ്പിന്റെ ഓഹരി ആയിട്ടില്ല. എനിക്ക് വിശക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഫദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈന, പ്രവാചകൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഅഖ്ബറതുഹു, ഞാൻ ആ കാര്യം പ്രവാചകനെ അറിയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മനുബ്തലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ കുന്ന ലഹു സിത്റാ, പെൺകുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, പോറ്റാൻ പ്രയാസപ്പെടുന്ന പിതാക്കന്മാരെ, നിങ്ങൾക്ക് നരകത്തിൽ നിന്നവർ സംരക്ഷണത്തിന്റെ മറയായി വരും എന്നത് ആശ്വാസപൂർവ്വം നിങ്ങൾ ഓർത്തോളൂ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. വേറൊരു ഹദീസിൽ കാണാം, വിശപ്പിന്റെ ഓഹരിയായി ഒരു ചെറിയ കഷ്ണം അവരിങ്ങനെ വായിലേക്ക് ഇട്ടപ്പോ, ഒക്കത്തിരിക്കുന്ന പെൺകുട്ടി അതിനുവേണ്ടി കൈ നീട്ടിയപ്പോ വായിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് തന്നെ കൊടുത്തു എന്നും നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്കൂ, പ്രവാചകൻ പറയാണ്, മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ, 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ട്, യുവീഹിന്ന, അവർക്ക് അഭയം കൊടുത്തു, വയർഹമുഹുന്ന, അവരോട് കാരുണ്യം കാണിച്ചു, വയുകഫിലഹുന്ന, അവരെ അവരുടെ കഫാലത്ത് സംരക്ഷണം ശരിയായി ഏറ്റെടുത്തു, വജബത്ത് ലഹുൽ ജന്ന, വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ 2 കുട്ടികളാണെങ്കിലോ? അപ്പൊ പ്രവാചകൻ 2 ആണെങ്കിലും കിട്ടും, വിഷമിക്കണ്ട എന്ന് പ്രവാചകൻ പറയണം. ഇതിന്റെ അർത്ഥം എന്താ? ഭക്ഷണവും വസ്ത്രവും ഒക്കെ മാത്രം കൊടുക്കലല്ല. ഇന്ന് ആൺകുട്ടികളെക്കാളും നമ്മൾ ഭയക്കുന്നത് പെൺകുട്ടികളെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് കോഴിക്കോട് നടക്കുന്ന ഒരു പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബോയ്സിനും ഗേൾസിനും, കല്യാണം കഴിക്കാത്ത പ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതിൽ നമ്മൾ ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട്, എന്റെ ഫോമിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിന് 90% രക്ഷിതാക്കൾ എഴുതിയ എന്താ അറിയും? മകൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, അവളെ ഒന്ന് വിവാഹത്തിന് തയ്യാറാക്കണം. മുസ്ലിം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിൻ വിജയിച്ചിരിക്കുന്നു ഞാൻ പറയുന്നത്. ഏക സിവിൽ കോഡ് വേണമെന്നാണ് പെൺകുട്ടികൾ പറയുന്നത്, അല്ലെ? പുരുഷനും സ്ത്രീക്കും തുല്യ സ്വത്തവകാശം വേണം. ഒരു കഥ അറിയണില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പോലെ പെണ്ണ് സമ്പാദിക്കുന്നത് മുഴുവൻ പെണ്ണിനാണ്. എന്തിനാ ആണിനെ കുറച്ച് ഓഹരി കൂട്ടിക്കൊടുത്തത്? പെങ്ങളെയും ഉമ്മയെയും ഭാര്യയെയും ഒക്കെ നോക്കേണ്ടത് ഈ ആണിന്റെ ഡ്യൂട്ടിയാണ്, ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ്, വാപ്പാന്റെ ഡ്യൂട്ടിയാണ്, ആങ്ങളന്റെ ഡ്യൂട്ടിയാണ്. പെങ്ങൾക്ക് കിട്ടുന്നത്, ഭാര്യക്ക് കിട്ടുന്ന ശമ്പളം അവിടെ വെക്ക, അത് പിന്നെ തൊട്ടാനുള്ള അവകാശം ഭാര്യ അറിയാതെടുത്ത മോഷണത്തിന്റെ ഗണത്തിലാണ് പെടുക. അത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് ഇവിടുത്തെ ക്യാമ്പയിനിൽ അകപ്പെട്ടു പോകും നമ്മളെ കുട്ടികൾ. അപ്പോ കുട്ടിക്ക് ഉറങ്ങാനും പിന്നെ യാത്ര ചെയ്യാനും ഒക്കെ ഭയങ്കര സൗകര്യം, ദീനുള്ളിൽ കൊടുക്കൂല. അത് വരുമ്പോ എന്താന്ന് വെച്ചാൽ അങ്ങോട്ടാക്കി കൊടുക്കണ്ടേ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണ്ടേ, അവിടെ തിരക്കാണ്, ഇവിടെ തിരക്കാണ്. സഹോദരന്മാരെ, നമ്മളെ സിത്റാണ് അവര്, നമുക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ് അവർ എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഈ അബോർഷന്റെ ഗർഭം അലസിപ്പിക്കലിന്റെ മറ്റൊരു കാരണം വൈകല്യം. 5-ാം മാസമൊക്കെ ഒരു ടെസ്റ്റ് നടത്തുമ്പോ പറയും വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് പറയുന്നതോട് കൂടാതെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും? കണ്ട് ഒരു കഷ്ണം ഇറച്ചിയല്ലേ എന്നുള്ളത് കണ്ടെടുത്ത് പുറത്തുക്കിടും. നിങ്ങൾക്കറിയോ, എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, നമ്മുടെ എൻവിഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു കാഴ്ച പരിമിതർക്കുള്ള ഒരു വിങ് ഉണ്ട് വിസ്റ്റം യൂത്തിന്. അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ അംഗമാണ് 2 ആൾ. അതിൽ ഒരാൾ കാഴ്ച പരിമിതനാണ്. അതേ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വാപ്പാക്ക് മാരകമായ അസുഖം വന്നു. കാഴ്ച പരിമിതനായ ഞാന് വാപ്പാന്റെ കയ്യും പിടിച്ച് വെല്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ, ഈ ദൂരം മുഴുവൻ യാത്ര ചെയ്ത് ചെന്നപ്പോ, അവിടുത്തെ അമുസ്ലിമായ ഡോക്ടർ ബഹുമാനപൂർവ്വം എണീറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മളിപ്പന്റെ ഫുൾ ചികിത്സ നമ്മൾ ഇവിടുന്ന് നടത്തും. മനസ്സിലായില്ലേ? 2 കണ്ണില്ല എന്നുള്ളത് കൊണ്ട് ആ മകനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആര് സുഹൃത്തുക്കളെ ആ വാപ്പാനെ നോക്കും? എനിക്കറിയണം, എന്റെ വളരെ അടുത്തൊരു സഹപ്രവർത്തകനുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എന്റെ ഇപ്പുറത്തെ സീറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നിസ്കരിക്കാൻ ഞങ്ങൾ ഒന്നിച്ചാ പോകുക, ഒന്നിച്ചാ വരിക. അദ്ദേഹം പറയും, ചെറിയ പ്രായത്തിലൊക്കെ കുടുംബക്കാരൊക്കെ വന്നാൽ എന്റെ റൂമിൽ എന്നെ ഇട്ട് അടക്കും. പാപ്പിമ്മയൊക്കെ ഒരു കൈബായിരുന്നു, എനിക്ക് കണ്ണു കാണൂല എന്നുള്ളത്. പക്ഷെ അമ്മാനെ പൊന്നുപോലെ നോക്കണത് ആരറിയോ? ഈ മോനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി മാറി. നമ്മൾ എവിടേക്കാണ് സുഹൃത്തുക്കളെ പേടിക്കണേ? നീണ്ട വർഷങ്ങൾ ഞാൻ ഖുത്ബ നടത്തിയിരുന്ന ഇതേപോലെ സ്കൂളിൽ നിന്ന് പാഞ്ഞു വന്ന് ഖുത്ബ നടത്തി പാഞ്ഞു പോണേ ഒരു പള്ളി ഉണ്ടായിരുന്നു അടുത്തൊരു പ്രദേശത്ത്. ഒരു ദിവസം അവിടുന്ന് ഒരു മനുഷ്യനെ വിളിച്ചു, കരഞ്ഞ് സങ്കടപ്പെട്ട വിളിച്ച്. ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് വലിയ പ്രശ്നം, തലച്ചോറിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞപ്പോ എന്ത് ചെയ്യുന്നറിയാൻ അവർ വിളിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുഞ്ഞിന് ജീവന്റെ തുടിപ്പുള്ളിടത്തോളം കാലം ഒരിക്കലും കൊല്ലാൻ പറ്റില്ല. പടച്ചോനെ ഇത്രയും നേരം തലച്ചോറില്ലാത്ത പടച്ചോനെ നിങ്ങളെ സങ്കടഹരിച്ച് പടച്ചോണ്ടാണ് പറഞ്ഞ ഗുന്നറിയും പടച്ചോ, അപ്പൊ തലച്ചോറുണ്ടാകത്തുള്ളൂ. പിന്നെ സ്കാനിങ്ങിന്റെ പിന്നെ എന്താ പറയാ, ആ ഒരു റേഡിയോഗ്രാഫറുടെ മുന്നിൽ ഒരു പക്ഷെ ഉള്ളത് തന്നെ കണ്ടോളുന്നില്ല. നിങ്ങളെ കണ്ണട മേശം വെച്ച് തരലില്ലേ, നിങ്ങളെ വാച്ച് തരലില്ലേ, അതോടെ ലൈറ്റ് അല്ലല്ലോ.
അതുകൊണ്ട് സുജൂദ് കിടന്ന് നല്ലോണം പ്രാർത്ഥിക്കുക. പിന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ മരിച്ചാണ് ജനിക്കണമെങ്കിൽ നിങ്ങൾ കൊന്നിട്ടില്ല എന്ന് ഉറപ്പിക്കാലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാ കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്ക് ആ കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ വിഷയം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്തെന്ന് അറിയോ, കുഞ്ഞിന്റെ പുതിയ ഫോട്ടോയും വീഡിയോസും ഒക്കെ എനിക്കൊന്ന് അയച്ചെറിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു തകരാറില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ജനിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ആ കുഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, നമുക്കതിൽ നിന്ന് ഗുണപാഠമുണ്ടാകണം എന്നാണ് ഞാൻ പറയാം. നിർബന്ധമായും ഗുണപാഠം ഉണ്ടാകണം എന്നാണ് ഞാൻ പറയാം. ഞാനിത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി തന്നെ പറയുന്നുണ്ടോ ഉണ്ടോ. സുന്ദരനായ ഒരു കുഞ്ഞ്. ആ കുട്ടി ആദ്യമായിട്ട് എന്നോട് സലാം പറഞ്ഞത് എന്താ, അൽഹംദുലില്ലാഹ് ഒരു കോൾ വന്നപ്പോ അതിൽ നമുക്കൊരു അതിന്റെ ദീനീവശം പഠിക്കാൻ തോഫീക്ക് കിട്ടിയോണ്ട് അതിൽ പറയാനുള്ളൊരു വാചകം കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. അവിടെ വൈകല്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേനാണ് വെട്ടി നുറുക്കി പുറത്തേക്ക് ഇടുക. ഇനി വൈകല്യമുള്ളൊരു കുഞ്ഞ് നിങ്ങളുടെ മുറ്റത്ത് കൂടെ കാലും വലിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, അർദ്ധബുദ്ധിയുള്ളവനായി നടക്കുന്നുണ്ടെങ്കിൽ, 20 വയസ്സെത്തിയിട്ടും 3 വയസ്സുകാരന്റെ പിന്നെ ബുദ്ധിയുമായി വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ നിമിഷം മുഴുവൻ നിങ്ങൾക്ക് ഇബാദത്താണ്. പിന്നെ നമുക്ക് ശേഷം അവൻ ആരെ നോക്കുന്നുള്ളതാണ്. അതിലൊക്കെ പടച്ചോൻ തീരുമാനമുണ്ട്. നമ്മളെ അവനൊക്കെ പടക്കണിന്റെ മുമ്പ്. അതുകൊണ്ട് വൈകല്യങ്ങൾ കൊണ്ട് സുഹൃത്തുക്കളെ ഒന്നും ചെയ്യരുത്, ഒരിക്കലും ഉണ്ടാകരുത്. ഹെലൻ കെല്ലറിനെ കുറിച്ച് സ്കൂൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കണ്ണുമില്ല, കാതുമില്ല, സംസാരിക്കൂല. ഈ കാരണം കൊണ്ട് ഹെലൻ കെല്ലറിനെ ടീച്ചർ നാവലെഴുതി പഠിപ്പിച്ചു. ഹെലൻ കെല്ലർ ലോകത്തോട് പ്രസംഗിക്കുന്ന വീഡിയോ കണ്ട് ഉറപ്പ് വരുത്തിയിട്ടാ ഞാൻ മിമ്പർമ കയറി. ഉണ്ട് എന്നറിയാം, പക്ഷെ അതൊന്ന് കാണണല്ലോ. ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഹെലൻ കെല്ലർ ലോകത്തെ അതിബുദ്ധിയുള്ള മനുഷ്യരിൽപ്പെടെ വാട്ടർന്ന് ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞു. അപ്പോ പടച്ച റബ്ബിന്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ വൈകല്യമൊക്കെ ബാധിച്ച് ജനിച്ച ആകെ കൊടുക്കൂല എന്നുള്ളതാണ്. 17 കോടി ഉറുപ്പ്യ വേണം കുട്ടിക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞപ്പോ 45 കോടി ഉറുപ്പ്യ ഉണ്ടാക്കിയ നാടാ നമ്മളത്. എവിടേക്ക് നമ്മൾ ബേജാറാണ്, വെട്ടി നുറുക്കി പുറത്തുകിടുകയും അങ്ങനെ അബോർഷന് പേരൊടുക്കേ. ഇനി വേറൊരു കാരണം പറയാം, ജോലിയാണ് കാരണം. സർവീസിലുള്ള ആൾക്കാരാണ് ഈ പണി വല്ലാതെ ചെയ്യാം. ഒരു കുട്ടി ഉണ്ടായി, ഈ സർവീസിലുള്ളവർക്ക് 6 മാസം കുട്ടിനെ തീറ്റിപ്പോറ്റി പാലെടുക്കാൻ സർക്കാർ ശമ്പളം കൊടുക്കും. വീട്ടിലിരുന്നാൽ മതി. 10 ദിവസം വാപ്പാക്കും കൊടുക്കും. 10 ദിവസം വാപ്പാക്കും കുട്ടിനെ നോക്കാൻ കൊടുക്കും. ഇത്ര ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ട് റിസ്ക് എടുക്കാൻ മടിയാണ്. എന്താ പ്രശ്നം എന്ന് അറിയോ? അടിസ്ഥാനം മറ്റൊന്നല്ല, പറയാൻ നാണക്കേടാണ് ചില ആൾക്കാർക്കൊക്കെ കുട്ടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അല്ലേ? പഠിച്ചോൻ തരുന്ന ഫضലാണ്, പഠിച്ചോൻ തരുന്ന പരീക്ഷണാണ്, പഠിച്ചോൻ തരുന്ന ദൗത്യമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി ആലോചിക്കണം. ഈ ആയത്ത് ഓതുക ജീവിതത്തിൽ എപ്പോഴും. ബോധപൂർവം ആരെങ്കിലും ഒരു വിശ്വാസിയെ കൊന്നാൽ അവന്റെ ഇടം നരകമാണെന്നത് മറക്കരുത്. അതിൽ നിത്യവാസിയായിരിക്കും. അബോർഷനുള്ള ശിക്ഷയാണത്. അതിൽ അവൻ നിത്യവാസിയായി കഴിയേണ്ടി വരും. ബോധപൂർവം കൊന്നാലും അല്ലെങ്കിലൊക്കെ പ്രായശ്ചിത്തം എന്താ? 2 മാസത്തെ തുടർച്ചയായ നോമ്പാണ്. നബിന്റെ റസൂൽ എടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ജാഹിലിയ കാലത്ത് 8 കുട്ടികളെ ഞാൻ കൊന്നു, 8 പെൺകുട്ടികളെ. പ്രവാചകൻ പറഞ്ഞു, ഓരോന്നിനും നീ ഓരോ അടിമയെ മോചിപ്പിക്കണം. കോടികൾ എത്ര വരുന്നറിയോ? എമൗണ്ട് കോടികൾ എത്ര വരുന്നറിയോ? ഓരോന്നിനും ഓരോ അടിമയെ നീ മോചിപ്പിക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, എന്നെ ചെറുപ്പത്തിൽ പോറ്റിയതുപോലെ പ്രായമാകുമ്പോ അവരുടെ കാര്യം നീ സംരക്ഷിക്കണം, അവരുടെ ഖബർ നീ ഖൈറാക്കി കൊടുക്കണമെന്ന് ചുണ്ടനക്കി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞുണ്ടാകേണ്ടത് ജോലി തടസ്സം പറഞ്ഞിട്ട് വെട്ടി നുറുക്കി പുറത്തേക്കിടുന്ന സംസ്കാരമാണ് കാണുന്നത്. മാത്രല്ല ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ഗർഭനിരോധന സംവിധാനങ്ങൾ ഇസ്ലാം പെർമിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അസൽ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. അല്ലെ? അത്യാവശ്യ ഘട്ടങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അനന്തമായ നീണ്ട വർഷങ്ങൾ 8-9 വർഷം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ആളുകൾ, അത് വഅദുൽ ഖഫീ, ചെറിയ നിലക്കുള്ള പിന്നെ എന്താ പറയാ കൊലപാതകമാണ് എന്ന് പഠിപ്പിച്ചതിനെ ശ്രദ്ധിക്കണം. തരുന്നതാണ്. വല്ലാതെ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ IVF-കൾക്ക് മുന്നിൽ പോവുക. IVF-കൾക്ക് മുന്നിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. IVF-കൾക്ക് മുന്നിൽ ചെല്ലുമ്പോൾ വാടിത്തളർന്ന പൂക്കളെ പോലെ അങ്ങനെ ഇരിക്കുന്ന കുറെ മനുഷ്യരുണ്ടാവും. ഓരോ മാസവും പ്രതീക്ഷയോട് കൂടെ ടെസ്റ്റ് ചെയ്യുന്ന ചെറിയ കാർഡിലേക്ക് അവരുടെ ശരീരത്തിലെ വസ്തുക്കൾ നിക്ഷേപിച്ച് അതൊന്ന് പോസിറ്റീവായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവരെ ഓർത്താ മതി എന്നാണ് ഞാൻ പറയാം. സഹോദരങ്ങളെ, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം.
എന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ഈ വിഷയം ഇനി അടുത്തൊരാഴ്ചയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് 2-3 മിനിറ്റ് എടുക്കുന്നത്. പിന്നെ വേറൊന്ന്, ചെറിയ കുട്ടിയുണ്ട് എന്നതാണ് തടസ്സം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 1 വയസ്സായ കുട്ടി ഉണ്ടായിരിക്കെ വീണ്ടും പ്രഗ്നന്റ് ആയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്ന് ഡോക്ടറെ സഹായിക്കണം, അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതേ ആ കുട്ടിനോട് വാങ്ങി, 1 വയസ്സായ കുട്ടിനെ വാങ്ങി ടേബിളിൽ കിടത്തിയിട്ട് കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൊല്ലട്ടെ എന്ന് വെച്ചു. ഈ പണിയാണ് നിങ്ങൾ എന്നോട് എടുക്കാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞ് ഡോക്ടറോട് സോറി പറഞ്ഞ് ഇറങ്ങണം. അപ്പൊ പറഞ്ഞു, എന്നോടല്ല പഠിച്ചവനോട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞില്ലേ. പിന്നെ ഈ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ വലുതായി വരുമ്പോഴൊക്കെ ഡോക്ടർ ചോദിക്കും, അന്ന് നിങ്ങൾ ചോദിച്ച കാര്യം ഞാൻ അവളോട് പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ ആ സ്ത്രീ കരയും. മനസ്സിലായില്ലേ? ഈ ഒറ്റ വസ്തുത ഉൾക്കൊണ്ടാൽ മതി. നമുക്ക് നിങ്ങൾ പിന്നെ സിസേറിയനുകളാണ് പലപ്പോഴും വലിയൊരു പ്രശ്നമാകല്, അല്ലെ? സിസേറിയനുകളിൽ ഒരു സാധ്യത ഉണ്ട്, തുന്നിന്റെ ഭാഗം പൊട്ടി പുറത്തേക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായിട്ട് സ്കാനിങ് വഴി വൃത്തിക്കെടുക്കാൻ പറ്റും. എനിക്ക് 5 സിസേറിയനാണ്. അൽഹംദുലില്ലാഹ് 5 മക്കളെ കിട്ടിയത് 5 സിസേറിയനാണ്. പക്ഷെ ഓരോന്നിലും എനിക്ക് 5 സിസേറിയൻ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പാഞ്ഞു കയറി ചിലപ്പോൾ 5ലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല. എന്താ? ഓരോന്നിലും വളരെ കൃത്യമായ ഡീറ്റെയിൽ ആയ മെഡിക്കൽ സ്റ്റഡി നടന്നിട്ടുണ്ട്. 4 കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ചെറിയൊരു സംഗതി പറഞ്ഞുതരാണ്. 4 കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. വളരെ സ്ട്രോങ് ആയ ഡയറക്ഷൻ കിട്ടി. വളരെ ഇസ്ലാമികമായ തത്വങ്ങൾ പാലിക്കുന്ന ഗൈനക്കോളജിസ്റ്റുകളും റേഡിയോളജിസ്റ്റും അങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഒരു മെഡിക്കൽ സംവിധാനമുണ്ട്, ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ട്. ആ മെഡിക്കൽ ബോർഡിന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. ഞാൻ വൈഫും പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിക്കോളാം, പടച്ചവനെടുത്ത് നമ്മൾ ജവാബിന് പറയുകയെന്ന്. ഒരു പ്രശ്നമല്ല, നിർത്തണം എന്ന് നിർത്തി. ഞങ്ങൾക്ക് 1 വയസ്സായപ്പോൾ ഞങ്ങൾ ഭാര്യ വീണ്ടും പ്രഗ്നന്റ് ആയി, എനിക്ക് പുതിയ കുട്ടി ഉണ്ടായി. ഏറ്റവും ലളിതമായ ഏറ്റവും എളുപ്പമുള്ള പ്രസവം ഈ ലാസ്റ്റ് പ്രസവമായിരുന്നു. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ ചിലപ്പോ അമ്മായിമാക്കും ഗർഭാകും, മരുമോൾക്കും ഗർഭാകും. അപ്പൊ അപമാനം കൊണ്ട് ഗർഭം ഒഴിവാക്കും. ഇതൊക്കെ സുഹൃത്തുക്കളെ വളരെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഏതായാലും ജീവിതത്തെ കൂടുതൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.